ഏഷ്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതനിലയം സ്ഥിതിചെയ്യുന്ന മൂലമറ്റത്ത് പത്ര, ദൃശ്യ, ശ്രാവ്യ മാധ്യമങ്ങളുടെ കൂട്ടായ്മയായ പ്രസ് ക്ലബിന്റെ പ്രവർത്തനം 26/1/2024 വൈകിട്ട് 5 മണിക്ക് കേരളത്തിലെ ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. അറക്കുളം, വെള്ളിയാമറ്റം, കൊടയത്തൂർ, മുട്ടം, ആലക്കോട് പഞ്ചായത്തുകളിലെ വിശേഷങ്ങളും നാടിന്റെ സ്പന്ദനങ്ങളും വികസന പ്രശ്നങ്ങളും സംഭവങ്ങളും തുടങ്ങി ജനജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാവിധ വാർത്തകളും സത്യസന്ധതയോടെ, തനിമ ചോരാതെ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് മൂലമറ്റം പ്രൈവറ്റ് സമീപം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നമുക്ക് ഉദ്ഘാടന വിശേഷങ്ങളൊക്കെ കാണാം. ഓഫീസ് മുറി ഉദ്ഘാടനത്തിന് ശേഷം പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർക്ക് ഐഡന്റിറ്റി കാർഡ് നൽകി. തുടർന്ന് യോഗ നടപടികൾ ആരംഭിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ശ്രീ ബേബി താന്നിക്കൽ യോഗത്തിന് വന്ന എല്ലാ വിശിഷ്ടാതിഥികളെയും സ്വാഗതം ചെയ്തു. ഈ അടുത്ത കാലത്ത് എം.എം. മണി മന്ത്രിയായിരുന്ന അവസരത്തിൽ ഞങ്ങൾ കോൺഗ്രസ് കാണാൻ ചെന്നപ്പം എ.സി. ബോർഡുകാർ കയറ്റി വിടുകയാണ്. മണിയാശാൻ പറഞ്ഞു, നിങ്ങൾ ഈ പോരാൻ പറഞ്ഞു. എ.സി. ബോർഡിൻ്റെ വണ്ടി വിളിച്ച് ഞങ്ങൾ മുഴുവൻ ആൾക്കാരെയും ചാനലുകാരെല്ലാവരും ഫോണും ക്യാമറ എല്ലാം പുറത്ത് വെച്ചേക്ക് നമുക്ക് കയറി പോകാമെന്ന് നമ്മളെ കയറ്റി കൊണ്ട് കാണിച്ചതാണ്. അതുപോലെ ധൈര്യമുള്ള ഒരാൾ തന്നെയാണ് റോഷി കൃഷ്ണൻ. അതുകൊണ്ട് അങ്ങനെ ആത്മാർത്ഥമായിട്ട് എത്തി പരിശ്രമിക്കണം. വിനോദസഞ്ചാരികൾക്ക് വരാനൊരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ ഈ നാടിനത് ഒരു മുട്ടം മുതൽ ഇങ്ങോട്ട് കുറേക്ക് ഒരു അടക്കം ചെയ്യാനുള്ള ഭയങ്കര നേട്ടമാണ്. അതിന് പരിശ്രമിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാറുള്ളത്. പ്രസ് ക്ലബ് സെക്രട്ടറി ശ്രീ ബേബി താന്നിക്കലിന്റെ സ്വാഗത പ്രസംഗത്തിന് ശേഷം പ്രസിഡന്റ് ശ്രീ സോമി മുണ്ടയ്ക്കലിന്റെ അധ്യക്ഷ പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്. രാഷ്ട്രീയ കക്ഷി നേതാക്കളെ, നമ്മൾ ക്ഷണിക്കപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സംഭവമാണ്. കാരണം ഞാൻ ഈ അറപ്പുറത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞ് 33 വർഷം ആരോഗ്യവകുപ്പിൽ സർവീസ് കഴിഞ്ഞ് പെൻഷൻ പറ്റി വന്നു കഴിഞ്ഞപ്പോൾ മാതൃഭൂമിയുടെ ലേഖകനായിട്ട് കയറിയതാണ്. അപ്പോൾ അത് നിങ്ങൾക്കറിയത് പ്രാദേശിക ലേഖകരുടെ കൂട്ടായ്മയാണ്. അപ്പോൾ പ്രാദേശിക ലേഖകരാണ് ഇപ്പോൾ എല്ലാ മേഖലകളിൽ നിന്നും വാർത്തകൾ ശേഖരിക്കുകയും അത് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ വികസനപരമായിട്ടാണെങ്കിലും എല്ലാ വാർത്തകളും ശേഖരിച്ചു കൊടുക്കുന്നത് പ്രാദേശിക ലേഖകരാണ്. തുടർന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിൻ്റെ പ്രശസ്ത ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ഇന്നത് സാധ്യമായിരുന്നു. സ്വാമി സൂചിപ്പിച്ചതുപോലെ ഒരു പ്രാദേശിക ലേഖകരുടെ ഒരു കൂട്ടായ്മയാണ് മുതലൊക്കെ കേന്ദ്രീകരിച്ച് ഏതാണ്ട് എല്ലാ പത്രങ്ങളുടെയും മറ്റു മീഡിയയുടെയും പ്രാദേശിക ലേഖകരുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളാണ് ഈ പ്രദേശത്തെ പത്രത്താളുകളിൽ വരുന്ന വാർത്തകൾ ഇതിലൂടെ എത്തിച്ചു കൊടുക്കുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ തയ്യാറാകുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു പ്രസ് ക്ലബ്ബുകൾ ഉണ്ടാകുന്നത് ഈ നാടിൻ്റെ കുറേ കൂടി നല്ല തലത്തിലുള്ള മുന്നേറ്റത്തിൽ സാധ്യമാകും എന്നുള്ള കാഴ്ചപ്പാട് വളരെ നല്ലത് തന്നെയാണ്. അതുപോലെ ഊർജ്ജമാകുന്ന നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ മാധ്യമങ്ങൾക്കുള്ള പ്രാധാന്യം ചെന്നല്ല. അവരാണ് ഈ കാര്യങ്ങളെ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പത്രത്താളുകളിൽ എത്തിക്കുന്നതിലൂടെ പൊതുജനങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവുകയും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറെ കൂടി സ്വീകാര്യത ലഭിക്കുകയും ചെയ്യുന്നതിനുള്ള നല്ല നടപടികൾക്കും അത് ഹീവായി തീരും. അപ്പോൾ ഇത്രയും കാലഘട്ടമായി എന്തുകൊണ്ടാണ് അത് ആരംഭിക്കാത്തത് എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിലും വലിയ കാര്യമൊന്നുമില്ല. ഓരോ കാലഘട്ടത്തിൻ്റെയും മാറ്റങ്ങൾ അനുസരിച്ചാണ് അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. ഇതതിന് സാധ്യമായ നല്ലൊരു ടീമാർക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആരംഭിക്കാനായിട്ട് സാധിച്ചത്. ഇടുക്കി പ്രശ്നത്തിൻ്റെയും കട്ടപ്പനയുടെയും തൊടുപുഴയുടെയും ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ ഓരോരുത്തരും എത്തിയിട്ടുണ്ട്.
നമ്മുടെ ജില്ലയുടെ പൊതുവായ ഒരു പശ്ചാത്തലം എടുക്കുമ്പോൾ മറ്റ് ജില്ലകളെ പോലെയല്ലോ സ്ഥിതിയേറിയ ജില്ല, ഭൂമിശാസ്ത്രപരമായ സാഹചര്യം ഇതെല്ലാം പരിഗണിക്കുമ്പോൾ കുറെ കൂടി നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ പ്രാദേശിക കൂട്ടായ്മകൾ വളർത്തിയെടുക്കുക എന്നുള്ളത് അനിവാര്യമാണെന്നുള്ള കാഴ്ചപ്പാടിനകത്തും സംശയിക്കും. എല്ലാവരെയും പ്രത്യേകം ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കും. ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ വികസന കാര്യങ്ങളിൽ മൂലമേറ്റത്തിനുള്ള സാധ്യതകളെ കുറിച്ചിട്ടാണ് ശ്രീ വേദിയും ശ്രീ സോമിവരാണ് സൂചിപ്പിച്ചത്. അത് കുറെ കൂടി നമുക്ക് സജ്ജമാക്കും. പവർ ഹൗസിൻ്റെ കാര്യത്തിൽ സംവിധായികയല്ല, പക്ഷെ പവർ ഹൗസ് നമുക്ക് തുറന്നു തരാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാത്ത അവസ്ഥ നമുക്കറിയാം. അതിനുണ്ടായിട്ടുള്ള അപകടങ്ങൾ, ചില പ്രശ്നങ്ങളെല്ലാം ഭാഗമായിട്ടുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങൾ, 1-2 തവണ അതിനകത്ത് അപകടമുണ്ടായി, ആൾക്കാർ മരണപ്പെടുകയൊക്കെ ചെയ്ത സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് അതൊരു പൊട്ടൻഷ്യലായിട്ടുള്ള വിഷയമാണ്. എങ്കിലും ഇവിടുത്തെ വികസനത്തിൽ KSCBക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടുത്തെ ഭൂമി KSCBയുടെ ദേവതയിലാണ്. പല പദ്ധതികളും നമുക്ക് അതുമായി സഹകരിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. ഉദ്ഘാടന പ്രസംഗത്തെ തുടർന്ന് ശ്രീ റോഷി അഗസ്റ്റിൻ നിലവിളക്ക് കൊടുത്തി പരിപാടികൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതിന്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശ്രീ സോമി മണ്ടക്കൽ അടുത്ത പ്രതിനിധി തെളിയിക്കുന്നു. ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്ന പ്രിയങ്കനായ പ്രൊഫസർ NJ ജേക്കബ് സാറ്, ഇളദേശം ബ്ലോക്കിന്റെ നിയുക്ത പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടോമി കാവാല, ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരായ പ്രസിഡന്റുമാർ ചേർന്ന് അടുത്ത പ്രതിനിധി തെളിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരായ പ്രസിഡന്റുമാർ ചേർന്ന് ഇപ്പോൾ അടുത്ത പദ്ധതി കൂടി തെളിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഏറെ ശ്രദ്ധേയമാക്കുകയാണ്. എല്ലാവരും കൈയടി. ആറക്കുളം ഗ്രാമപഞ്ചായത്തിനും തൊട്ടടുത്തുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ വികസന സ്വപ്നങ്ങൾക്കും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി ആരംഭിച്ച പ്രസ് ക്ലബിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു.